ഇന്ന് നല്ലൊരു കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ദന്തനിരകൾ ചിരിക്കുമ്പോൾ കുഞ്ഞിക്കൂനിനെ പോലെയാണോ? അതായത് മോണൊക്കെ പുറത്ത് കാണിച്ച് പല്ലൊക്കെ പൊന്തി അല്ലെങ്കിൽ പല്ലൊക്കെ നിരതെറ്റി വിഷമിക്കേണ്ട. മെഡിക്കൽ കോളേജിൽ പോയാൽ കാശ് ചിലവൊന്നുമില്ലാതെ ഇതെല്ലാം ശരിയാക്കി തരും. പല്ല് പറിക്കുന്നതിന് അങ്ങനെ തന്നെ. നമ്മൾ പ്രൈവറ്റുകാരെ ചതിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ. ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് പല്ല് കെട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പണമില്ലാത്തതുകൊണ്ട് മാത്രം പോവാത്തതാണ്. അങ്ങനെയുള്ളവർ മെഡിക്കൽ കോളേജിൽ പോയാൽ BPL കാർഡുള്ളവർക്കാണെങ്കിൽ പൂർണ്ണമായിട്ട് സൗജന്യം. അതുപോലെ തന്നെ പല്ല് പറഞ്ഞു പോയവർക്ക് വെപ്പുപല്ല് വയ്ക്കാനും ഫ്രീ ആയിട്ട് പറ്റും. എൻ്റെ വെപ്പുപല്ലല്ല കേട്ടോ, അത് നിങ്ങൾ കാണാറുള്ളത് സ്വന്തം പല്ല് തന്നെ. അപ്പോൾ ചിലർക്ക് പല്ല് പൊന്തിയാലും ചിരിക്കുമ്പോൾ ഓണം മൊത്തം കാണിച്ചാലും ഞാനിങ്ങനെയാണ്, എന്നെ എങ്ങനെ കണ്ടാൽ മതി, നിങ്ങൾ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ പാടായി. പക്ഷെ നമ്മളോടിങ്ങനെ പറയുന്നത് ആർക്കും ദേഷ്യമുള്ളത് കൊണ്ടല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മളെ കൂടുതൽ സുന്ദരന്മാരും സുന്ദരിമാരായിട്ട് കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഒന്ന് പല്ല് ക്ലിപ്പിട്ടാൽ നല്ലതായിരിക്കും എന്ന് പലരുടെയും വീഡിയോയിൽ ആളുകൾ കമൻ്റ് ഇടുന്നത്. അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, കാണുക. നിങ്ങളോട് ഇഷ്ടമായിട്ടല്ല, നിങ്ങളെ കൂടുതൽ സുന്ദരിയായിട്ട് കാണാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സുന്ദരനായിട്ട് കാണാൻ വേണ്ടിയാണ്. പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, മെഡിക്കൽ കോളേജിൽ പോവുക. അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഉണ്ട്, മറ്റുള്ള മെഡിക്കൽ കോളേജിനെ പറ്റി എനിക്കറിയില്ല. ഇത് പറയാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്തെന്ന് അവരത്. എൻ്റെ പല്ലിൻ്റെ നിര എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയപ്പോൾ ഇത്രയും വൃത്തികേടെന്ന് പറയുന്നത്. പക്ഷെ എന്താ ചെയ്യുക, 60 ആവാറായി. ഇനിയിപ്പോൾ ഈ സമയത്ത് കൊണ്ട് ഇനി ഇത് ശരിയാക്കാൻ വേണ്ടി ക്ലിപ്പിട്ട്, സ്വതവേ എനിക്ക് അലർജി ആയതുകൊണ്ടാണ് ചെറുപ്പത്തിൽ ഞാനത് കെട്ടിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല മനോഹരമായിട്ട് തിരിക്കാമായിരുന്നു. ഇപ്പോൾ തോന്നുന്നുണ്ട് അന്നങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് തോന്നാതിരിക്കണമെങ്കിൽ, ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു ബന്ധുവിനെ കണ്ടു. അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ അവനെ കാണുമ്പോൾ മുഖം ഇങ്ങനെ കൂർത്തിരിക്കുന്നത്, പല്ല് കുറച്ച് നീളം കൂടുതലാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ചുണ്ടൊന്നും കൂട്ടി പിടിക്കാൻ പറഞ്ഞില്ല. പല്ലൊക്കെ നീളം വെച്ചത് ഇങ്ങനെ കിളിച്ചുണ്ട് പോലെ ഇരിക്കുക. സാമ്പത്തികമായിട്ടില്ല, പക്ഷെ ഇപ്പോൾ അവന് 50 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിന്തിക്കുക, ഇപ്പോഴത്തെ ചെറുപ്പത്തിൽ പല്ല് നീളം വെച്ചാലും ഭംഗി ഉണ്ടാവും എന്ന് തോന്നും. പക്ഷേ ഈ പല്ല് നീണ്ട് മോണടക്ക് നീണ്ടു വന്ന കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ഇങ്ങനൊരു സൗജന്യം സർക്കാർ